ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ ആകസ്മികമായിട്ട് മരിച്ചു. ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണുനീരോടുകൂടെ അവരിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട്? ആകസ്മികമായി, അസമയത്ത്, അവിചാരിതയിൽ. ഒരു നോമ്പുകാലം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ ശിരസിൽ വൈദികൻ ചാരം പൂശിക്കൊണ്ടാണ്. അപ്പോൾ ചൊല്ലുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ചൊല്ലിയിട്ടാണ്: മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുക. നോമ്പുകാലം ആരംഭിക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നോമ്പുകാലത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാൽവരിയിലെ മരണമാണ്. ആ മരണം ഒരു പരാജയമല്ല, അത് വിജയത്തിൻ്റെ ചെങ്കൊടിയുടെ പറന്നുയർത്തലാണ്. മനുഷ്യൻ മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് മരിക്കാൻ പേടിയുള്ളത് കൊണ്ടല്ല, മരണം ഒരു പരാജയമായതുകൊണ്ടല്ല. മനുഷ്യൻ മരണത്തെ കീഴടക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുന്നു എന്ന് അപ്പസ്തോലനായ പൗലോസ് ഓർമ്മപ്പെടുന്ന സത്യമാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ മരിക്കുമ്പോൾ അവസാനിക്കുകയാണ്, ആരംഭിക്കുകയല്ല. അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നു, അത് വിത്ത് മുള പൊട്ടുന്നത് പോലെയാണ്. ഞാനും നിങ്ങളും മരണത്തിൽ പുതുജീവനിലേക്ക് പരിവർത്തനപ്പെടുത്തപ്പെടുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മനുഷ്യനെ ഭയം ജനിപ്പിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഈ ഭൂമി കുടികിടപ്പാണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല. നമ്മളിവിടെ കുടികിടപ്പുകാരാണ്, നമ്മൾ തീർത്ഥാടകരാണ്, സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ പറ്റിക്കൂടാനും പിടിച്ചു നിൽക്കാനുള്ള പോരാട്ടം. വിസ്നായ അഗസ്തീനോസ് പറയുകയാണ്: മനുഷ്യ, നീ നിന്റെ മരണത്തെക്കുറിച്ച് ഓർത്താൽ നിന്നെ പാപം ചെയ്യുകയില്ല. മരണം കള്ളനെപ്പോലെ കടന്നു വരുന്നു. നമുക്ക് ഈ ലോകത്തിൽ അധികാരമില്ലാത്തൊരു മേഖലയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള ഉടമസ്ഥത. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവം എപ്പോൾ തിരിച്ചെടുക്കുമെന്ന് അറിയാനും പാടില്ല. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ വിശുദ്ധിയിൽ ജീവിക്കാൻ ഈ നോമ്പുകാലത്ത് നമ്മെ പ്രാപ്തരാക്കട്ടെ.